ജോർദാൻ ബന്ധം ശക്തിപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും തമ്മിൽ ഒമാനിൽ നടത്തിയ ചർച്ചകൾക്കു പിന്നാലെ തീവ്രവാദ വിരുദ്ധത, ഗാസ ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ, ഉഭയകക്ഷി സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും 5 കരാറുകളിൽ ഒപ്പുവെച്ചു. തീവ്രവാദത്തിന് എന്നും റെഡ് ഫ്ലാഗ് കാണിക്കുന്നവരാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഏത് രാജ്യവുമായും ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തിയാലും തീവ്രവാദ വിരുദ്ധ നിലപാട് വളരെ വ്യക്തവും സ്പഷ്ടവുമായി തന്നെ വ്യക്തമാക്കും. ഇന്ത്യയുടെ ഈ നിലപാടിൽ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ഇന്ത്യ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വാക്കുകൾക്കും ലോകരാജ്യങ്ങൾക്കിടയിൽ അത്രത്തോളം വിലയുണ്ട്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, തീവ്രവാദ വിരുദ്ധത, ഡീറാഡിക്കലൈസേഷൻ, രാസവളങ്ങൾ, കൃഷി, പുനരുപയോഗ ഊർജ്ജം, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിലാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തീവ്രവാദത്തെയും തീവ്രവാദ ചിന്തകളെയും ചെറുക്കുന്നതിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ പങ്ക് പ്രധാനമന്ത്രി മോദി പ്രശംസിച്ചു. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ഉറപ്പിച്ചു. 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് മോദി ജോർദാനിൽ എത്തിയത്. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 37 വർഷത്തിനു ശേഷം ജോർദാനിലേക്ക് നടത്തുന്ന ആദ്യ പൂർണ്ണ ഉഭയകക്ഷി സന്ദർശനമാണിത്. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാമത് വാർഷിക വേളയിലാണ് ഈ സന്ദർശനം. ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ അമ്മാൻ വിമാനത്താവളത്തിൽ വെച്ച് മോദിയെ ഊഷ്മളമായി സ്വീകരിച്ചു. പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ മേഖലയിലെ സാങ്കേതിക സഹകരണത്തിനുള്ള ധാരണാപത്രം, ജലവിഭവ മാനേജ്മെന്റ്, വികസനം എന്നിവയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, പെട്ര, എലോറ എന്നിവ തമ്മിലുള്ള ഇരട്ട നഗര കരാർ, 2025-2029 വർഷങ്ങളിലെ സാംസ്കാരിക കൈമാറ്റ പരിപാടിയുടെ പുതുക്കൽ, ഡിജിറ്റൽ പരിവർത്തനത്തിനായി ജനസംഖ്യാ തലത്തിൽ വിജയകരമായി നടപ്പാക്കിയ ഡിജിറ്റൽ സൊല്യൂഷനുകൾ പങ്കുവയ്ക്കുന്നതിനുള്ള സഹകരണത്തിനുള്ള താൽപര്യപത്രം എന്നീ 5 ധാരണാപത്രങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഉഭയകക്ഷി ബന്ധങ്ങൾ ഇരു നേതാക്കളും വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുകയും ചെയ്തു. തീവ്രവാദം, തീവ്രവാദ ചിന്തകൾ, സമൂലവൽക്കരണം എന്നിവയ്ക്കെതിരെയുള്ള തങ്ങളുടെ പൊതു നിലപാട് ഇരുപക്ഷവും ആവർത്തിച്ചു. തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ജോർദാൻ രാജാവ് ശക്തമായ പിന്തുണ നൽകുകയും തീവ്രവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും അപലപിക്കുകയും ചെയ്തു. വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ജോർദാനും തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നത്തെ കൂടിക്കാഴ്ച ഇന്ത്യ ജോർദാൻ ബന്ധത്തിന് പുതിയ ഊർജ്ജവും ആഴവും നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും മോദി പറഞ്ഞു. വ്യാപാരം, രാസവസ്തുക്കൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോർദാന്റെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയെന്ന് മോദി ചൂണ്ടിക്കാട്ടി. നിലവിലെ $2.8 ബില്യൺ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $5 ബില്യൺ വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ജോർദാന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനവും ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇൻഫർമേഷനും തമ്മിൽ സഹകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തീവ്രവാദം, തീവ്രവാദ ചിന്തകൾ, സമൂലവൽക്കരണം എന്നിവയെ ചെറുക്കുന്നതിലും ആഗോളതലത്തിൽ ഈ വെല്ലുവിളികളെ നേരിടുന്നതിലും ജോർദാൻ രാജാവിന്റെ പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗാസ വിഷയത്തിൽ അബ്ദുള്ള രണ്ടാമന്റെ സജീവവും ക്രിയാത്മകവുമായ പങ്ക് അദ്ദേഹം പ്രശംസിച്ചു. സൗഹൃദപരമായ ഇടപെടലുകൾ ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി 2018 ജോർദാൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇരുവരും ഇസ്ലാമിക പൈതൃകത്തെക്കുറിച്ചുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം അനുസ്മരിച്ചു. സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ പ്രാദേശിക സമാധാനത്തിനും മാത്രമല്ല ആഗോള സമാധാനത്തിനും വളരെ പ്രധാനമാണെന്നും മോദി പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.